അങ്ങനെ കോളേജിന് വലിയ മാറ്റമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കൂടെ വന്ന ആളിതോ ഒറ്റയ്ക്കാക്കിയിട്ട് പോണു ഗൈസ്. പിന്നെ മുഖം വീർപ്പിച്ച് ബാക്കിൽ നിന്ന് പോയപ്പോൾ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഞാൻ പഴയ പോലെ ഫോമിലായി. അങ്ങനെ നോക്കിയപ്പോഴാണ് ആ മൂന്നോ നാലോ പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഇത്ര നേരത്തെ വന്നതെന്നുള്ള ചിന്തയായിരുന്നു നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നു നിന്നിട്ട് ബാക്കി വരുന്നവർ അറ്റൻഡൻസ് എടുക്കുന്ന ജോലിയായിരുന്നു ഗൈസ് നമ്മളത്. അങ്ങനെ ഇതിന് വരാൻ കാരണക്കാരായവർ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. വരട്ട് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ശാലു വന്നിട്ട് ശാലുവിന് ഹായ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും വായും തുറന്ന് വേറെ എടുത്ത് നോക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേസസ് ചാച്ചി വന്നതിൻ്റെ സന്തോഷമാണ് ഗൈസ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തന്നില്ല, കാരണം ഞാൻ ഇന്നലെ ഒന്ന് അത്ഭുതപ്പെട്ടത്. എപ്പോഴും അത്ഭുതപ്പെടാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതാ വന്ന് ഗൈസ്. നമ്മൾ നേരത്തെ വരാൻ കാരണക്കാരായവർ വന്നത് 11:30 ശേഷമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്തില്ല. അങ്ങനെ സവ്യ വന്നപ്പോഴത്തേക്കും ഒന്ന് തുറച്ച് നോക്കിയപ്പോൾ അവൾ മൈൻഡ് പോലും ചെയ്യാതെ അപ്പുറത്ത് മാറിയിരുന്നു. പിന്നെ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ചിൻറ്റു ബൈക്കിൽ കയറി വേറെ എവിടെയോ പോകുന്നു. ഇവ എവിടെ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്കി ആൾക്കാർ വന്നു ഗൈസ്. ഹലോ ഗൈസ്, ഒരു മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് വേണ്ട ഗൈസ്. അപ്പം അർജുൻ പറഞ്ഞു ഞാവൽപ്പഴം പറിച്ചിട്ടാന്ന്. പിറകെ പോയപ്പോൾ അവിടെ ഞാവൽപ്പഴവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നേരത്തെ പോയ ആൾക്കാർ ടിഷ്യൂ പേപ്പർ വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ കമ്പനി മാറിപ്പോയെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു ചർച്ച. ഗൈസ്, ഗോകുൽ രാജ് ചിരിക്കണ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇങ്ങനെയാണ് ചിരിക്കുന്നത്. അപ്പോൾ ഫാൻസിനെല്ലാം ഗോകുലിനെ കണ്ടപ്പോൾ സന്തോഷമായപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ഗൈസ്.